പണിയില്ലായ്മയുടെ ഏകാന്തതയിൽ കട്ടൻ കാപ്പി നുകർന്നുകൊണ്ടിരുന്ന എൻ്റെ ഫോണിലേക്ക് ദാ വരുന്ന ഒരു കോൾ. ആരാണാവോ? അത് മറ്റാരുമല്ല, ഡയമണ്ട് റോക്സിലെ രഞ്ജിത്തിൻ്റെ കോളായിരുന്നു. വേഗം വാ, വണ്ടിയിലൊരു കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കോൾ. ഒന്നും നോക്കിയില്ല, ഞാൻ വേഗം തന്നെ അണിഞ്ഞൊരുങ്ങി കവചകുണ്ടലങ്ങൾ ഫോണിൻ്റെ ചാർജറുമായി ഞാൻ നേരെ വിട്ടത് ചിറ്റപ്പൻ്റെ അടുത്തേക്ക്. ചിറ്റപ്പനെ വിളിച്ചുണർത്തി വണ്ടിയും എടുത്ത് നേരെ കോന്നി ലക്ഷ്യമാക്കി പോയി. പോകുന്ന പോക്കിൽ റോഡിൽ തിരക്കൊന്നുമില്ല. അത്യാവശ്യം മഴ പെയ്ത് റോഡ് നനഞ്ഞു കിടക്കുകയാണ്. എങ്കിൽ തന്നെയും ചിറ്റപ്പൻ ചുമ്മായിട്ട് വെട്ടിക്കുകയും ഓണടിക്കുകയും ബ്രേക്ക് പിടിക്കുകയും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തുടർന്നുകൊണ്ട്. എന്തിനുള്ള പുറപ്പെടാണാവോ? എന്നോട് രഞ്ജിത്ത് പറഞ്ഞത് ഒരു വണ്ടിയുടെ സീലിംഗ് ചെയ്യണമെന്നായിരുന്നു. സീലിംഗ് വർക്ക് കുറേയൊക്കെ ചെയ്യാനുണ്ട്, വേഗം വരാനായിരുന്നു കൂടുതൽ പറഞ്ഞത്. എങ്കിൽ തന്നെയും 1.5 ദിവസത്തെ വർക്കെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ രാവിലെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പിൽ അതിനുള്ള ഡ്രസ്സിങ് ആയിട്ടാണ് ഞാൻ പോയത്. വീണ്ടും മഴയ്ക്കുള്ള തയ്യാറെടുപ്പോടെ ആകാശം വീണ്ടും ഇരുണ്ട് മൂടി അടഞ്ഞു. അതൊന്നും വകവെക്കാതെ ചാറ്റമഴയിൽ നനഞ്ഞ് ഞാനും ചിറ്റപ്പനും പറന്നുകൊണ്ടേയിരുന്നു ബൈക്കിൽ. ഇടയ്ക്കിടയ്ക്ക് ചിറ്റപ്പൻ എന്നെ ഓർമ്മിപ്പിച്ചു, പെട്രോൾ തീരാറായി, 100 രൂപ നീ തരണം. ഞാൻ തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് ചിറ്റപ്പൻ എന്നെയും കൊണ്ട് ആ വിശ്വസ്തയോടെയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ദാ നിൽക്കുന്നു കാക്കിയിട്ട പോലീസുകാരും പോലീസ് ജീപ്പും. പെട്ടുവോ? ആദ്യം ഒന്ന് പതറിയെങ്കിലും മൈൻഡ് ചെയ്തില്ല. അവിടെ എന്തോ സമ്മേളനം നടക്കുകയാണ്. ഞങ്ങൾ ഒരു ഓരം പിടിച്ച് റോഡിലൂടെ വീണ്ടും എതിരെ ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടികൾക്കിടയിലൂടെ അതിമാരകമായ ചിറ്റപ്പൻ്റെ ഡ്രൈവിംഗ്. പുറകിലിരുന്ന് ഞാൻ നക്ഷത്രം കാണുന്നുണ്ട്. എങ്കിൽ തന്നെ തെല്ല് പോലും ഭയം ഞാൻ പുറത്തറിയിപ്പിക്കാതെ ചിറ്റപ്പൻ്റെ ബൈക്കിൻ്റെ പിൻസീറ്റിൽ മിണ്ടാതെ ഇരുന്നു. അച്ചൻകോവിലാർ കലങ്ങി മറിഞ്ഞൊഴുകുന്നത് ബൈക്കിലിരുന്ന് ഒരു നോട്ടം ഞാൻ കണ്ടു. ചങ്കിടിച്ചു പോയി. പാലം പൊളിഞ്ഞ് ആറ്റിപ്പോയാലോ? വീണ്ടും മുന്നോട്ടേക്ക്. ഈ സ്ഥലത്തിന് പണ്ടൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് 1.5 കിലോമീറ്റർ ഓടി തീർത്തൊരു കഥ. അതിപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഈ സ്ഥലം അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റിയില്ല. വേഗം തന്നെ ഞങ്ങൾ ഡയമണ്ട് റോക്സിൻ്റെ ഷെഡ് ലക്ഷ്യമാക്കി പറന്നുകൊണ്ടേയിരുന്നു. ആ വലത്തേക്ക് കാണുന്ന വഴിയാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി. നമുക്ക് പോകേണ്ടത് നേരെ. അത്യാവശ്യം റോഡിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നത് ചിലവർ നോക്കിയിട്ട് യൂട്യൂബറോ എന്ന് പുച്ഛത്തോടെയുള്ള നോട്ടം. അതോ അവർ കളിയാക്കി നോക്കിയതാണോ അറിയില്ല. മഴയുടെ ശക്തി കൂടി. അവിടെ ചെന്നപ്പോഴേക്കും ദേവേന്ദ്രൻ ബക്കറ്റിൽ ആകാശത്തു നിന്നും താഴെ ഭൂമിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോക്ക് ശക്തിയിൽ വെള്ളം വീഴാൻ തുടങ്ങി. അതെ, നല്ല മഴ തന്നെ. ദേവേന്ദ്രന് വേറെ പണിയൊന്നുമില്ലേ ഈ മഴയും പിടിച്ച് വെള്ളം കോരി ഒഴിച്ചിങ്ങനെ നാട്ടുകാരെ നനയ്ക്കാൻ? അതുകൊണ്ട് ഈ വന്ന് കയറിയ ഈ ബസ്സിൽ, കർണൻ എന്ന ബസ്സിൽ പുറത്തെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് അത്യാവശ്യം കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ആശാൻ എവിടെ? ആശാനെ തിരക്കി ഞാൻ നോക്കി നിന്നു. മറ്റാരുമല്ല, രഞ്ജിത്ത്, ഈ വർക്കിൻ്റെയൊക്കെ ഉടമയാണ്. അദ്ദേഹമാണ് എന്നെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ വണ്ടിയുടെ അല്ല, മറ്റൊരു വണ്ടിയുടെ. അത് ഏത് വണ്ടിയെന്ന് കാണണ്ടേ? നമുക്ക് മുന്നോട്ട് കാണാം. ദേ അവിടെ കുത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന അതാണ് ആശാൻ, രഞ്ജിത്ത് ആശാൻ. ആശാൻ ചെയ്ത വർക്കിൻ്റെയൊക്കെ കുറേയൊക്കെ വീഡിയോകളൊക്കെ അന്ന് ചെന്നപ്പോൾ തന്നെ ഞാൻ എടുത്തു. ആശാൻ കുറച്ച് വർക്കുകളൊക്കെ എന്നോട് പറഞ്ഞു തന്നു, ഇന്നതൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അംഗത്തം എടുക്കാൻ വേണ്ടി 30 സ്ക്രൂ അടിച്ചെങ്കിൽ 2 സ്ക്രൂ അടിച്ച് കയറ്റി ഞാനങ്ങനെ അംഗത്തം എടുത്തു. അങ്ങനെ ഞാനും വർക്കറായോ? വേഗം കർണൻ എന്ന ബസ്സിലെ വർക്കുകളൊക്കെ തീർത്ത് ഞങ്ങൾ വെനമസിൻ്റെ മറ്റൊരു ഡയമണ്ട് റോക്സ് എന്ന വണ്ടിയുമായി നേരെ പോയത്. ഞങ്ങൾ പോയത് മലനടയ്ക്കാണ്. മലനടയിലാണ് വെനമസിൻ്റെ ഷെഡ്. ഇവിടുന്ന് പോകുന്ന വഴിക്ക് വോക്കലിൻ്റെ സ്പീക്കർ വെക്കാനുള്ള ബോക്സ് എടുക്കണം. അത് താഴൂക്കടവിന് മറ്റ് വർക്കർമാർ കൊണ്ടുവരും. ആ ജോലിക്കാർ ഇടയ്ക്കിടയ്ക്ക് രഞ്ജിത്ത് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഇറങ്ങിയോ എന്തോ. വണ്ടിയിലുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ബാക്കി ടൂൾസും കാര്യങ്ങളും ഒക്കെ.
ഇതേപോലെ തന്നെ തകർത്ത് മഴ തന്നെ. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു സുഹൃത്തിനെ കിട്ടി, രാജേഷ് ഏട്ടനായിരുന്നു ഞങ്ങളുടെ കൂടെ 2-3 ദിവസത്തോളം ഉറക്കമുളച്ച് ഞങ്ങളുടെ വർക്കിന് ചെയ്യുന്നത്. ഇതാണ് ചെയ്യാൻ പോകുന്ന വർക്ക്. അത് ബി ക്യാബിനിലെ സീലിങ്ങിൻ്റെ വർക്ക്. ഞങ്ങൾ ചെന്നതേ പണി തുടങ്ങി. ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തു, വീണ്ടും പണിയോ. ഇവിടെ ആയിരുന്നു അത്രേ ആദ്യത്തെ വെനമസിൻ്റെ ഷെഡ്. പുള്ളിക്കാരൻ കൈ ചൂണ്ടിക്കാണിക്കുന്ന ആ ഭാഗം. ഇതോടെ ഇതിൻ്റെ ബാക്കി വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുമെന്ന് ശുഭപ്രതീക്ഷയിൽ ഞാൻ തൽക്കാലം നിർത്തട്ടെ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.